ഷാജി മാലിപ്പാറയുടെ ഉണ്ണി ഈശോയുടെ ഉണ്ണിക്കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും കുളിര് എന്നുള്ള അധ്യായം. പുൽക്കൂട്ടിൽ നല്ല കുളിരുണ്ട്. ഉണ്ണി ഈശോ അമ്മയുടെ അരികു പറ്റിയാണ് കിടക്കുന്നത്. വൈക്കോൽ ചേർത്ത് വെച്ച് അപ്പനുണ്ടാക്കിയ കിടക്ക, അതിന്മേൽ വിരിച്ച പഴയ തുണി. അതിനു പുറമെ അമ്മ ഉണ്ണി ഈശോയെ കനം കുറഞ്ഞ തുണികൾ കൊണ്ട് പുതപ്പിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഉണ്ണി ഈശോയ്ക്ക് നല്ല തണുപ്പ് തോന്നി. എങ്ങനെ തോന്നാതിരിക്കും? മഞ്ഞ് പെയ്യുന്ന ഡിസംബറിൽ ബത്ലഹേമിലെ തണുപ്പ് കടുത്തതാണ്. ആടുകളെ മേയിച്ച് കാലം കഴിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. എത്ര തണുപ്പാണെങ്കിലും അത് സഹിക്കാതെ അവർക്ക് നിവൃത്തിയില്ല. കമ്പിളിപ്പുതപ്പും തൊപ്പിയുമൊക്കെ ഉപയോഗിച്ച് അവർ തണുപ്പിനെ അകറ്റി നിർത്താൻ ശ്രമിക്കും. അപ്പനും അമ്മയും ജനസംഖ്യാ കണക്കിൽ പേര് ചേർക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോഴാണ് ഉണ്ണി ഈശോ ജനിച്ചത്. വീട്ടിലല്ല, കാലുകൾ അന്തിയുറങ്ങുന്ന കാലിത്തൊഴുത്തിലാണ് പിറന്നു വീണത്. അവിടെ ഇത്രയൊക്കെ സൗകര്യങ്ങളല്ലേ ഉണ്ടാകൂ. കാലുകളുടെ സൗകര്യങ്ങൾ മതിയോ മനുഷ്യന്? ആർക്കറിയാം. ഏതായാലും അമ്മയുടെ അരികിലേക്ക് ഉണ്ണി ഈശോ കൂടുതൽ ചേർന്ന് കിടന്നു. ഉണ്ണി ഈശോയുടെ പിഞ്ചുമുഖത്ത് കണ്ണും നട്ട് അപ്പനടുത്ത് തന്നെ ഇരുന്നു. ഉണ്ണി ഈശോ കുഞ്ഞു കണ്ണുകൾ മിഴിച്ച് അപ്പനെ നോക്കി, പിന്നെ അമ്മയെ നോക്കി, ചുറ്റുപാടും നോക്കി. കലപില കൂട്ടിയും തിക്കിത്തിരക്കിയും വരുന്ന ആട്ടിൻകുട്ടികൾ തുള്ളിച്ചാടിയാണ് അവരുടെ വരവ്. എന്തോ അത്ഭുതം കാണുന്ന മാതിരിയാണ് ഉണ്ണി ഈശോയെ നോക്കി നിൽക്കുന്നത്. ഇടയ്ക്ക് അവർ പരസ്പരം നോക്കും, പിന്നെ തലകുലുക്കും, പിന്നെയും ഉണ്ണി ഈശോയെ കണ്ടു നിൽക്കും. കുറച്ചു കഴിഞ്ഞ് വന്ന വഴിയേ മടങ്ങും. എന്തായാലും അവരുടെ കളിച്ചിരികൾ ഉണ്ണി ഈശോയ്ക്ക് ഇഷ്ടമായി. അമ്മയും അപ്പനും ആട്ടിൻകുട്ടികളെ സ്നേഹത്തോടെ നോക്കുന്നത് ഉണ്ണി ഈശോ കണ്ടു. ആട്ടിൻകുട്ടികളുടെ പിന്നാലെ ആട്ടിടയന്മാരും വന്നു. അവരും ഉണ്ണി ഈശോയുടെ അരികിൽ വന്നു നിന്നു. കുറച്ചു കഴിഞ്ഞ് പോകാൻ നേരം അപ്പനോട് എന്തോ സംസാരിക്കുന്നതും കണ്ടു. ഒറ്റയ്ക്കും കൂട്ടമായും ആട്ടിടയന്മാർ വരുന്നതും പോകുന്നതും നോക്കി ഉണ്ണി ഈശോ കിടന്നു. അതാ ഒരു ആട്ടിൻകുട്ടി തനിച്ചു വരുന്നു. നടപ്പ് പതുക്കെയാണ്. ഉണ്ണി ഈശോ സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ കാലിന് എന്തോ കുഴപ്പമുണ്ട്. മുടന്തിയാണ് വരവ്. എല്ലാവരുടെയും ഒപ്പം നടന്നും ഓടിയും വരാൻ കഴിയാത്തത് കൊണ്ടാവും ആട്ടിൻകുട്ടി ഒറ്റയ്ക്ക് വന്നത്. അവൻ ഉണ്ണി ഈശോയുടെ അരികിലെത്തി. കുറച്ചു നേരം ആ മുഖത്ത് നോക്കി നിന്നു. പിന്നെ പതുക്കെ നടന്ന് ഉണ്ണി ഈശോയുടെ അരികിൽ അമ്മയുടെ എതിർവശത്തായി കിടന്നു. ശരീരം ഉണ്ണി ഈശോയോട് ചേർത്ത് വെച്ചു. നീണ്ട രോമങ്ങൾ കൊണ്ട് ഉണ്ണി ഈശോയ്ക്ക് ചൂട് പകരാൻ ശ്രമിച്ചു. ആട്ടിൻകുട്ടി അനങ്ങാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഉണ്ണി ഈശോയ്ക്ക് ചൂട് കിട്ടുന്നത് പോലെ, തണുപ്പ് കുറയുന്നത് പോലെ, തുണി കൊണ്ട് പുതച്ചപ്പോൾ ഉള്ളത് പോലെയല്ല ഇപ്പോൾ. നല്ല സുഖം തോന്നുന്നു. ഉണ്ണി ഈശോ തല ചരിച്ചു നോക്കി. ആട്ടിൻകുട്ടി അപ്പോഴും അനങ്ങാതെ കിടക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴോ ആട്ടിൻകുട്ടി ഉറങ്ങിപ്പോയി. ഉണർന്നു നോക്കിയപ്പോൾ ഉണ്ണി ഈശോ നല്ല ഉറക്കത്തിലാണ്. അത് കണ്ട് ആട്ടിൻകുട്ടി പിന്നെയും അവിടെ തന്നെ അനങ്ങാതെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണി ഈശോ ഉണർന്നു. ആട്ടിൻകുട്ടി പതുക്കെ എഴുന്നേറ്റു. അത്ഭുതം, മഹാത്ഭുതം! ആട്ടിൻകുട്ടിയുടെ മുടന്ത് മാറിയിരിക്കുന്നു. ഇപ്പോൾ കാലിന് ഒട്ടും കുഴപ്പമില്ല. നന്നായി നടക്കാം, ഓടാം. ആട്ടിൻകുട്ടി നന്ദിയോടെ ഉണ്ണി ഈശോയെ നോക്കി. ഉണ്ണി ഈശോ അവരെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ഏറ്റുവാങ്ങി ആട്ടിൻകുട്ടി പുറത്തേക്ക് നടന്നു.